ധ്രുവന് ചെറുപ്പത്തിൽ എന്ത് സംഭവിച്ചുവെന്നോ എങ്ങനെ അവന്റെ ശക്തികൾ നഷ്ടമായെന്നോ ഉള്ള രഹസ്യം അറിയില്ലായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം ലാറ വിളിച്ചു പറഞ്ഞതൊക്കെയും വിരൽ ചൂണ്ടിയത് ആര്യേന്ദ്രനിലേക്കാണ്. അത് അയാൾക്ക് ഒരുപാട് അപമാനം വരുത്തി വെക്കുന്ന ഒന്നായിരുന്നു. ഇന്ന് വരെ ധ്രുവം എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചതെന്ന് അച്ഛനോട് ചോദിച്ചിട്ടില്ലായിരുന്നു. അവന്റെ അമ്മ എങ്ങനെ മരിച്ചെന്നോ എങ്ങനെയാണ് അവന്റെ ശക്തികൾ നഷ്ടമായതെന്നോ ഒന്നും തന്നെ. ഇത്രയും പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകാനൊരുങ്ങിയ ലാറയോട് അവൻ 3 വർഷത്തെ സമയം ചോദിച്ചു. 3 വർഷത്തിനുള്ളിൽ അവൻ മഹാബലശാലിയാണെന്ന് തെളിയിക്കുമെന്നും അഥവാ 3 വർഷം കൊണ്ട് അവൻ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ലാറയ്ക്ക് ആരെ വേണോ കല്യാണം കഴിക്കാം എന്നുകൂടി പറഞ്ഞു. എന്നാൽ അന്ന് വീണ്ടും ലാറയെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് കണ്ട ആര്യേന്ദ്രന്റെ മുഖം ചുവന്നപ്പോൾ ധ്രുവ് പറഞ്ഞു, അച്ഛാ, ഞാൻ എന്റെ വാക്ക് പാലിക്കും. 3 വർഷത്തിനിപ്പുറം ഞാൻ എന്റെ ശക്തി തെളിയിക്കും. ലാറയെയും ഞാൻ പരാജയപ്പെടുത്തും. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും ഞാൻ മറ്റാരേക്കാളും ചെറുതല്ല എന്ന്. ഞാൻ കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടിയാണ്. ലാറയുടെ കുടുംബം ഇങ്ങോട്ട് വന്ന് എന്റെ കാല് പിടിച്ച് നീയുമായുള്ള വിവാഹത്തിന് യാചിക്കുന്നത് കാണാം. എന്നാൽ നീ മത്സരത്തിന് തയ്യാറല്ല.